Assalamualaikum. Alhamdulillah, നമ്മള് സൂറ യൂസുഫ് കണ്ടിന്യൂ ചെയ്യാണ്. ആയ നമ്പർ 91 എത്തി. ആയ നമ്പർ 91 യൂസുഫ് അലി ഇസ്ലാമിന്റെ അടുത്ത് ബ്രദേഴ്സ് അവരെ തെറ്റ് മനസ്സിലാക്കുന്നു. അവര് പറയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് അവർ അഡ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അവര് പറയാണ് ഞങ്ങള് അള്ളാഹ് ഹാസ് ഡെഫിനറ്റ്ലി ഫേവേർഡ് യു യൂസുഫ് എന്ന് അവര് അഡ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, അവിടെയാണ് എത്തിയത്. പക്ഷെ യൂസുഫ് അലി ഇസ്ലാം ഇപ്പൊ നമ്മളുടെ അടുത്തൊക്കെയാണ് നമ്മളുടെ ആരെങ്കിലും ഒക്കെ വന്ന് അങ്ങനെ അവർക്ക് തെറ്റ് പറ്റിയിട്ട് അവർ വന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയണത് കണ്ട ഞാൻ അന്നേ പറഞ്ഞില്ലേ നിങ്ങളോട്, പക്ഷെ നിങ്ങൾക്ക് അന്ന് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ എന്ത് കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ വലിയ ഡയലോഗൊക്കെ നമ്മൾ അടിക്കും. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം അങ്ങനെയല്ല പറഞ്ഞേ. ദർ ഇസ് നോ ബ്ലെയിമിങ്, നോ ഷെയ്മിങ് ടുഡേ. ഓക്കെ, ഐ കംപ്ലീറ്റ്ലി ഫൊർഗീവ്. ഐ വിൽ ആസ്ക് അള്ളാഹ് ടു ഫൊർഗീവ് യു എന്നാണ് യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത്. അള്ളാഹ് ഇസ് ദ മോസ്റ്റ് ഫൊർഗീവിങ്. സുബ്ഹാനല്ലാഹ്, ജസ്റ്റ് ഇമാജിൻ. ഒരു ബ്ലെയിമിങ്ങും ഇല്ല, ഒരു കുറ്റപ്പെടുത്തലും ഇല്ല, ഒരു ജഡ്ജിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇടയിലൊരു കാര്യം പറയാം, നമ്മൾ നമ്മളുടെ മക്കളുടെ അടുത്ത് പെരുമാറുമ്പോഴും ഇങ്ങനെ പെരുമാറണം. ബിക്കോസ് നമ്മളുടെ മക്കള് വി ഓൾ മേക്ക് മിസ്റ്റേക്സ്, റൈറ്റ്? നമ്മളുടെ മക്കള് മിസ്റ്റേക്സ് വരുത്തും. ദി ആർ ഓൾ ഹ്യൂമൻസ്, വി ആർ ഓൾ ഹ്യൂമൻസ്, വി മേക്ക് മിസ്റ്റേക്സ്. പക്ഷെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും നമ്മൾ ഓർക്കില്ല. നമ്മൾ ഇവരെന്ത് വലിയ ക്രൈം ചെയ്ത പോലെയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. മിസ്റ്റേക്സ് വരുമ്പോഴും ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് കറക്റ്റ് ഇറ്റ്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് മൂവ് ഫോർവേഡ്, ദാറ്റ്സ് ഇറ്റ്. പിള്ളേര് വന്ന് അങ്ങനെ പറ്റി ഇങ്ങനെ വരുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താനും തുടങ്ങും, ബ്ലെയിം ചെയ്യാനും ഒക്കെ തുടങ്ങും. ചെയ്യരുത്. ദാറ്റ് ഈസ് വെരി വെരി റോങ്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇപ്പൊ കൊച്ചു പിള്ളേരുള്ളവർക്ക് ഇപ്പൊ അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. വലിയ മക്കളായവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി ആ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചെയ്യരുത്. ഖുറാനിൽ നിന്നൊക്കെ പഠിക്കണത് അതാണ് നമ്മൾ. മനസ്സിലായില്ലേ? നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല. നമ്മുടെ പിള്ളേർ തെറ്റ് പറ്റി നമ്മുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫൈൻ ഡാർലിംഗ്, ഇറ്റ്സ് ഓക്കെ, പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ്, ലെറ്റ്സ് മൂവ് ഫോർവേഡ്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നൊരു ലൈഫ്. നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനും ബ്ലെയിം ചെയ്യാനും പോവാതെ ഇരുന്നാൽ തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളുടെ ഏറ്റവും വലിയൊരു വൃത്തിയായിട്ടൊരു ഏരിയയാണ് ഈ ബ്ലെയിമിങ് ആൻഡ് ജഡ്ജിങ്. ഭയങ്കര പ്രോബ്ലമാണ് അത് ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിന്റെ തലപ്പിൽ നമ്മളതൊന്നും ആലോചിക്കില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്, എന്ത് കാര്യത്തിനാണ് ചെയ്തത്, ഫോർ വാട്ട്, നത്തിങ്, ചുമ്മാ. സോ ബി കെയർഫുൾ. അറ്റ്ലീസ്റ്റ് ഹൂഎവർ ഈസ് ഹാവിങ് സ്മോൾ കിഡ്സ്, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ആക്സെപ്റ്റ് ദം ആസ് എൻ ഇൻഡിവിജ്വൽ. അവരൊരു ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ്. എന്ത് ബ്യൂട്ടിഫുൾ അറിയോ ഈ കഴിഞ്ഞ ദിവസം. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഈ മൊബൈലിലൊക്കെ പാരന്റ്സ് കുത്തിക്കൊണ്ടിരിക്കും, പിള്ളേർ അവിടെ തേരാപ്പാര നടക്കണം. അപ്പൊ ഞാൻ വിചാരിക്കും ഇവർക്ക് ആ കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുത്തൂടെ, എന്തിനാണ് ഇവർ ഈ മൊബൈലിനുള്ളിൽ എന്തിട്ടുള്ളേ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇന്നലെ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ അവിടെ അപ്പൊ എന്റെ അടുത്ത് ഒരു മദർ ഇരിക്കുക, യങ് മദർ, മേ ബി ഇൻ ഹർ 30s ഓർ ലേറ്റ് 20s. ഒരു 4 വയസ്സുള്ള ഒരു മോളുണ്ട്, അത് അടുത്തിരിക്കണം. മദർ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര പ്രോബ്ലം ഫീൽ ചെയ്തു. അപ്പൊ ആ കൊച്ചവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ മദറിന് അറിയുന്നുണ്ടാ എത്രത്തോളം വേസ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി, ആ മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ആ സമയമല്ലേ ആ കുത്തിക്കൊണ്ടിരിക്കണേ എന്ന് ഞാൻ എനിക്ക് അങ്ങ് ഭയങ്കര ടെംപ്ടേഷൻ വന്ന മദറിന്റെ അടുത്ത്, പ്ലീസ് അറ്റൻഡ് യുവർ ചൈൽഡ്. അത് വെറുതെ ഇരിക്കുക, അപ്പൊ അതിന്റെ കൂടെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം, കഥ പറഞ്ഞുകൊണ്ടിരിക്കാം, അവിടെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇല്ലേ? പക്ഷെ അതൊന്നും ചെയ്യേണ്ട, മദർ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്താ മദർ കുത്തിക്കണേ ഞാൻ വെറുതെ ഒന്ന് നോക്കി. അപ്പൊ നോക്കിയാൽ വെറുതെ റാൻഡം സ്റ്റഫിങ്ങിനെ ഫോർ വാട്ട്, ഒരു ബെനിഫിറ്റും ഇല്ലാത്ത സാധനമാണ്. ആ മോസ്റ്റ് വാല്യുബിൾ ടൈം ഷീ ഈസ് മിസ്സിങ്. മനസ്സിലായില്ലേ? സ്പെൻഡ് ടൈം വിത്ത് യുവർ ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഒരു ബ്ലെയിമുമില്ല, ഒരു ബ്ലെയിമുമില്ല, ഒന്നുമില്ല. ഓക്കെ, ഐ വിൽ ആസ്ക് അല്ലാഹ് ടു ഫൊർഗീവ് യു എന്നാണ് പറഞ്ഞത്. പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാം നമുക്കറിയാം, ഞാൻ നേരത്തെ 2-3 എപ്പിസോഡ് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഫാദർ ബ്ലൈൻഡ് ആയി എന്ന് പറഞ്ഞു. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് ബ്ലൈൻഡ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം പറയാണ്, എന്റെ ഷർട്ട് കൊണ്ടുപോവുക, എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഫാദറിന്റെ അടുത്ത് എന്റെ ഷർട്ട് കൊണ്ടുപോയിട്ട് എന്റെ ഷർട്ട് ഫാദറിന്റെ മുഖത്തൊന്ന് ജസ്റ്റ് ത്രോ ഇറ്റ് ഓൺ ഹിസ് ഫേസ് സോ ഹി വിൽ ഗെറ്റ് ഹിസ് ഐസൈറ്റ് ബാക്ക് എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം പറയാണ്. അങ്ങനെ ബ്രദേഴ്സ് തിരിച്ചു പോകുന്നു. പക്ഷെ അവർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. യാക്കൂബ് അലൈഹി ഇസ്ലാം ഈസ് ഇൻ ദ ഹൗസ്. ഓക്കെ, ദാറ്റ് ഇസ് ടു ഫാർ. പക്ഷെ യാക്കൂബ് അലൈഹി ഇസ്ലാം ഹീസ് ഗെറ്റിംഗ് ദ സ്മെൽ ഓഫ് യൂസുഫ് അലൈഹി ഇസ്ലാം. ജസ്റ്റ് ഇമാജിൻ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടുന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഷർട്ടുമായിട്ട് ബ്രദേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ വീട്ടിൽ യാക്കൂബ് അലൈഹി ഇസ്ലാം ഹീസ് ഗെറ്റിംഗ് ദ സ്മെൽ ഓഫ് യൂസുഫ് അലൈഹി ഇസ്ലാം ആൻഡ് ഹീസ് സെയിങ്, യാക്കൂബ് അലൈഹി ഇസ്ലാം പറയാണ്, ഐ ക്യാൻ ഗെറ്റ് ദ സ്മെൽ ഓഫ് യൂസുഫ്. നിങ്ങൾ എന്നെ വട്ടാന്ന് വിചാരിക്കാതിരുന്നാൽ ഐ എം സെയിങ് ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ദ സ്മെൽ ഓഫ് യൂസുഫ്. അപ്പൊ പീപ്പിൾ അറൌണ്ട് ഹിം സെറ്റ്,
തുടങ്ങി, പഴയ കഥ തുടങ്ങി. നമ്മൾ അങ്ങനെയല്ലേ പറയാം, ഇതേ പിന്നെയും തുടങ്ങി, പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനെയല്ല. അപ്പൊ അവരോട് യു ഹാവ് ഗോൺ ബാക്ക് ടു യുവർ ഓൾഡ് സ്റ്റഫ് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഷർട്ടുമായിട്ട് ആള് വരുന്നു. ആൻഡ് ഹി ത്രോസ് ദ ഷർട്ട് ഓൺ യാക്കൂബ് അലൈഹി ഇസ്ലാംസ് ഫേസ് ആൻഡ് ദെൻ ഹി ഗോട്ട് ഹിസ് ഐസൈറ്റ് ബാക്ക്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബ്രദേഴ്സ് ഫാദറിന്റെ കാലിൽ വീഴാണ്. പ്ലീസ് ഫാദർ, പ്ലീസ് forgive us, പ്ലീസ് ആസ്ക് Allah to forgive us, we are definitely at fault എന്ന് ഫാദറിന്റെ കാലിൽ വീണ് പറയാണ്. അപ്പൊ ഫാദർ പറയാണ്, യെസ് ഐ വിൽ ഡെഫിനറ്റ്ലി. യാക്കൂബ് അലൈഹി ഇസ്ലാം സമാധാനായി, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കിട്ടി, ബെന്നിനെ കിട്ടി, ദ ഹോൾ ഫാമിലി ഹാപ്പിലി ലിവ് എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ യാക്കൂബ് അലൈഹി ഇസ്ലാം പറയാണ്, ഡെഫിനറ്റ്ലി യെസ് ഐ വിൽ ആസ്ക് Allah to forgive you എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാം പറയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് 3-4 ഒപ്പീനിയൻസ് ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഇറ്റ്. അങ്ങനെ യാക്കൂബ് അലൈഹി ഇസ്ലാമും ബ്രദേഴ്സും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടാവും ഇല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ മീറ്റ് ചെയ്യാൻ ഈജിപ്തിൽ വരികയാണ്. ഓ വാട്ട് എ ഹാപ്പി എൻഡിങ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് പറഞ്ഞു, യൂസുഫ് അലൈഹി ഇസ്ലാം ഹഗ്ഡ് ഹിസ് പാരന്റ്സ്, ഹാപ്പി എൻഡിങ്. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം ഫാദറിനെ, ഹിസ് പാരന്റ്സിനെ ത്രോണിലേക്ക് കയറ്റി ഇരുത്തുന്നു. ആൻഡ് ദേ ആർ ഓൾ ഹാപ്പി. അപ്പോ എല്ലാവരും ദേ ഓൾ ഫെൽ ഇൻ സജ്ദ. ഓക്കെ, അവിടെ എല്ലാവരും സുജൂദിലേക്ക് വീഴാണ്, സന്തോഷത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ. ബാക്കി നമുക്ക് അടുത്ത ദിവസം. ഓക്കെ, അസ്സലാമു അലൈക്കും.